റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെയും നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് നടക്കും. യുക്രൈനിലെ സ്ഥലങ്ങൾ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തേക്കും. അതേസമയം ചർച്ചയിലേക്ക് യൂറോപ്യൻ നേതാക്കൾക്കും ക്ഷണമുണ്ട്. യുക്രൈന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളും വൈറ്റ് ഹൌസിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പിന്തുണ സെലൻസിക്കുണ്ടെന്ന സന്ദേശം കൂടി പകരുന്നതാണ് നേതാക്കളുടെ സാന്നിധ്യം. സമാധാന ചർച്ചകൾക്ക് മുൻപ് വെടിനിർത്തൽ വേണമെന്നാണ് സെലൻസ്കിയുടെ നിലപാട്. യൂറോപ്യൻ യൂണിയൻ അംഗത്വം നേടാൻ ബ്രസൽസ് യുക്രൈനെ പിന്തുണയ്ക്കുന്നുവെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത. ഡൊണറ്റ്സ്ക് മേഖല വിട്ടു നൽകിയാൽ യുക്രൈനിലെ മറ്റ് സ്ഥലങ്ങൾക്കു വേണ്ടിയുള്ള അവകാശവാദത്തിൽ ഇളവ് ചെയ്യാമെന്ന് പുടിൻ ട്രംപിനെ അറിയിച്ചതായാണ് വിവരം. റഷ്യ വൻ ശക്തിയാണെന്നും അതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി കരാറിലെത്തണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെ കൂടാതെ കൂടുതൽ ഭാഗങ്ങൾ സമർപ്പിച്ച് യുക്രൈൻ പിൻവാങ്ങണമെന്ന ആവശ്യം ട്രംപ് ശക്തമാക്കിയേക്കും. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സെലൻസ്കി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ നാറ്റോ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. യുക്രൈനിലെ സമാധാന ശ്രമങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമെന്ന് മെർസിന്റെ ഓഫീസ് അറിയിച്ചു. എത്രയും വേഗം ഒരു സമാധാന കരാറിൽ എത്തിച്ചേരണമെന്ന ജർമ്മനിയുടെ താൽപര്യം അറിയിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരും ചർച്ചകളിലുണ്ടാകും. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റംബും വാഷിംഗ്ടൺ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.